ഞങ്ങളുടെ അസംബ്ലി പറഞ്ഞ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്ന കാര്യമാണത്. അതുകൊണ്ട് രജിസ്റ്റർ ഉണ്ടാക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കുമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. പിന്നെ നാലാമത്തെ കാര്യം തോന്നപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത്. പ്രതിസന്ധികൾ. എന്താണ് പ്രതിസന്ധി പറയുന്നത്? ആത്മീയമാണോ, ഭൗതികമാണോ, അതോ പേഴ്സണലായിട്ടാണോ, സഭാപരമായിട്ടാണോ വിവേചനം ഇല്ലാത്തതുകൊണ്ട് ചില അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കാലാകാലങ്ങളിൽ ദൈവസഭ ദൈവജനം പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ അവർ കൂട്ടന്മേൽ നിന്നു. ദൈവം അതിന് നിവാരണം ഉണ്ടായി കൊടുത്തു. അതുകൊണ്ട് ഇന്ന് നാം അതനുസരിച്ച് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. അതിനുവേണ്ടി പ്രത്യേക ഒരു കമ്മിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതിന് സംശയാസ്പദമാണ്. ചില അഭിപ്രായം വന്ന് സ്റ്റുഡന്റ് അസോസിയേഷൻ ചെയ്യാമെന്ന് പറയും. എന്നാൽ പല സ്ഥലത്തും സ്റ്റുഡന്റ് അസോസിയേഷൻ ഫെയിൽ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥലങ്ങളുടെ പേരുള്ളത് ഒരു എക്സാമ്പിൾ പറയാം. ആനയുടെ സഭ, അവിടെ സഭകളിൽ സ്ഥലത്ത് പ്രശ്നം ഉണ്ടായിട്ട് അവർക്ക് പല മെമ്മറുടെ കൊടുത്തിട്ട് അനക്കം പോലും ഇല്ല എന്നാണ് അവിടെ ഉള്ള വ്യക്തി പറഞ്ഞത്. പലയിടത്തും ആ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സ്റ്റുഡന്റ് അസോസിയേഷൻ വ്യക്തമായ രീതിയിൽ അതിനുവേണ്ട കാര്യം ചെയ്യുന്നതല്ല, സംശയാസ്പദമായിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴുള്ള സംഭവിച്ചുള്ള പേരിൽ എങ്ങനെ വിശദീകരണം കൊടുക്കണമെന്നതാണ്. വിശദീകരണം കൊടുക്കണം പറഞ്ഞതുപോലെ വന്ന ആൾക്കാർ വിശദീകരണം കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പല മാധ്യമങ്ങളുണ്ട്, അതിൽ കൂടെ അവർക്ക് അത് എഴുതി അറിയിക്കാവുന്നതാണ്. അത് ഓരോ സഭയ്ക്കും അത് അയച്ചു കൊടുക്കാൻ നല്ലതായിരിക്കും. പിന്നെ കേരളത്തെ മുഴുവൻ സഭകളുടെ വിലാസം എഴുതി ഉണ്ടാകണോ ഏറ്റവും അത്യാവശ്യമാണ്. ആര് ചെയ്യണമെന്നതാണ്. ഇന്ന് പലരും അത് ശ്രമിക്കുന്നുണ്ട്. തെക്കും വടക്കും ഔട്ട് സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം അവർ പറഞ്ഞത് അത് സ്റ്റുഡന്റ് ഏൽപ്പിക്കുക, അവർ ചെയ്യട്ടെ എന്നാണ്. ഇത്രയാണ് ഞങ്ങൾ വന്ന് ഡിസ്കഷൻ ഉണ്ടായത്. ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്കസ് ചെയ്ത് ദൈവം സഹായിക്കട്ടെ. അടുത്തത് എറണാകുളത്തിന് ശേഷം മലപ്പുറം. ഫ്രെഡി, പറവൂർ ബ്രദറൻ അസംബ്ലി നിന്ന് വരുന്നു. എറണാകുളം, ആലുവ, പറവൂർ മുതലായ അസംബ്ലികളിൽ ഞങ്ങൾ കൂട്ടായിട്ട് എടുത്ത തീരുമാനങ്ങൾ ഈ ചോദ്യാവലി അനുസരിച്ച് ഒന്ന് വായിക്കാം. സ്ഥലസഭകൾ ബ്രദറൻ ചർച്ച് എന്ന പേര് സ്വീകരിക്കണമെന്ന് ഇതിനോട് നിർദ്ദേശിച്ചത് യോജിക്കുന്നുണ്ടോ? തന്ന അഭിപ്രായത്തിൽ മെജോറിറ്റി അതിനോട് യോജിക്കുന്നു. ആ വ്യത്യാസം അവിടെ വരുത്തും. സ്ഥലം സഭകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നവർ യോജിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനുള്ള സ്ഥലങ്ങളിലെല്ലാം ബ്രദറൻ സഭയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെമിറ്ററി അതുപോലുള്ള സംഗതികളെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. മുന്നോട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ അതിൻ്റെ അത്യാവശ്യം ഇപ്പോഴുണ്ടായിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളുടെ വസ്തുതകൾ എന്താണെന്ന് കാണിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതികളാണ്. സ്ഥലം സഭകളിൽ ജനന മരണ വിവാഹ രജിസ്റ്റർ എഴുതി സൂക്ഷിക്കുകയും സഭാംഗങ്ങളുടെ പേരുകൾ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു തെളിവ് നമ്മൾ സൂക്ഷിക്കുന്നു. ഒരു ആരാധനാലയം, പ്രാർത്ഥിക്കുന്ന സംഗതികൾ, വിവാഹം നടക്കുന്നത്, ജനനം, നമ്മളവിടെ അടക്കുന്ന സംഗതികളെല്ലാം ആ രേഖകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രതിസന്ധികൾ നേരിടുമ്പോൾ നിയമസഹായം എത്തിക്കുന്നതിന് സംവിധാനം ആവശ്യമാണോ? ഇപ്പൊ ഇവിടെ ഒരു യോഗം നമ്മൾ ഇന്ന് കൂടി. ഇതിന്റെ പ്രസക്തി അങ്കമാലിയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നമ്മൾ എല്ലാവരും കൂടേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് മാത്രം. അതിന് സ്ഥിരം ഒരു സംവിധാനം ഇതുപോലെ ഉണ്ടാവുമ്പോൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ബ്രദറൻ സഭാ വിശ്വാസികൾ ഇങ്ങനെ കൂടി വരാൻ അവസരം ഉണ്ടായത് അങ്കമാലിയിലെ പ്രശ്നം കൊണ്ടാണ്. ഇത് ബ്രദറൻ സഭ ക്രിസ്തുമതത്തിൽപ്പെട്ടതാണോ എന്നത് വളരെ നിർണായകമായ ഒരു സംഗതിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മളുടെ SSLC ബുക്കുകൾ നമുക്ക് കോളേജിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് തരുന്ന സമയത്ത് റിലിജിയൻ, ക്രിസ്ത്യൻ, കാസ്റ്റ്, ബ്രദറൻ, ഇപ്പോൾ അത് സ്കൂൾ അധികാരികളെല്ലാം എഴുതാൻ വിസമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാലങ്ങളായി നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു രേഖ അത് തരികയില്ല എന്ന് പറയാൻ അധികാരികളെ എങ്ങനെ ധൈര്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ പല പിള്ളേരും അത് ചെന്നിട്ട് കിട്ടിയില്ല, തിരിച്ച് വീട്ടിലോട്ട് പോരും. മാറ്റം ഉണ്ടാവണം. നമ്മൾക്കുള്ളൊരു അവകാശമായിരുന്നു അത്. ഇവിടെ പ്രഖ്യാപിച്ച പോലെ 5 പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തി. അതിൽ ഭരണഘടനാപരമായ സംഗതികൾ നേരിടാൻ അതിന് ആവശ്യമുള്ള സംവിധാനം നമ്മൾ വേണം. നമ്മൾ പ്രാർത്ഥിക്കണം. ആ തീരുമാനമെടുക്കുന്നവരെ ആ വഴിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി ഭരണ സംവിധാനങ്ങളിൽ അതിനെ ബന്ധപ്പെടാൻ നമ്മളുടെ ഇടയിൽ കൂട്ടായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇൻഡിപെൻഡന്റ് സഭകളാണ്. അതിന് തർക്കമൊന്നുമില്ല. അവിടെയുള്ള മൂപ്പന്മാർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനകത്തൊന്നും മാറ്റങ്ങളോ കോട്ടങ്ങളോ ഒന്നും വരുത്തണ്ട. പക്ഷെ ഭരണപരമായി നമ്മൾ ചെയ്യേണ്ട സ്ഥാനങ്ങളിൽ ചെയ്യാൻ നമ്മുടെ ആളുകൾ കൂട്ടായിട്ട് തന്നെ നിൽക്കണം. അത് ഒരു
എല്ലാ കാര്യങ്ങളിലും അത് ഉണ്ടാവേണ്ടതാണ് എന്നുള്ള വസ്തുതയാണ് ഇവിടെ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ സ്ഥലം സഭകളുടെ ഇപ്പോഴുള്ള സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സമ്മേളനം നടത്തി വിശ്വാസികളെ വിശദ വിവരങ്ങൾ ധരിപ്പിക്കണം. ഇപ്പൊ ഇവിടെ അങ്കമാലി സഭയോടനുബന്ധിച്ച് സൂര്യ ടിവിയിൽ വന്നൊരു കാര്യം നമ്മുടെ ആളുകളെ പറ്റി പേപ്പറിൽ കൂടി വളരെ നമ്മുടെ ഇവിടെ പ്രധാന മാധ്യമങ്ങളെല്ലാം വളരെ ചെറുതായിട്ട് അതിനെപ്പറ്റി കൊടുത്തിരുന്നുള്ളൂ. ഈ വിഷയങ്ങൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർ ഈ ഒരു വിഷയം എന്തുകൊണ്ടോ അവർ വളരെ വ്യാപ്തിയിലൊന്നും അത് കൊടുത്തില്ല. ഒരു ചെറിയ അകത്ത പേജുകളിലെ ന്യൂസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളത് പല ആളുകളും ഒരൊറ്റ TV ന്യൂസുകൾ കൊണ്ട് നമ്മൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കാൻ ഇടയുണ്ടായി. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അത് പരസ്യം ഈ വിഷയങ്ങളെ പറ്റി അറിയാനുള്ള ആളുകളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാനൊരു അവസരം നമ്മൾ ബ്രദറൻ സഭയെ പറ്റി നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ബ്രദറൻ സഭ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്നു എന്ന് നമുക്ക് വളരെയധികം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പോലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മൈ കണക്ഷൻ ടു ക്രിസ്ത്യൻസ് എന്നുള്ളതിൽ അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്ലിമത്തിലുള്ള ബ്രദറൻ സഭയുമായിട്ടാണ് അദ്ദേഹം ആദ്യം ക്രിസ്ത്യൻ സഭയെ പറ്റി പഠിക്കാനായിട്ട് മനസ്സിലാക്കുവാൻ ബന്ധപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബ്രദറൻ സഭയുടെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന ഒരു അവസരമാണ്. അതുപോലെ കേരളത്തിലെ മുഴുവൻ സകല സഭകളുടെ വിലാസം എഴുതിയ രജിസ്റ്റർ തയ്യാറാക്കണം, വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ അത് പ്രത്യേകമായിട്ട് സ്റ്റുവർഡ് അസോസിയേഷൻ ഒന്നും എഴുതാതെയാണ്. ഇവിടെ ഇന്ന് സമ്മേളനം വിളിച്ചുകൂട്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഓരോ ജില്ലയും പ്രത്യേകം തിരിച്ചിട്ട് അവിടുത്തെ സഭകളെ സംബന്ധിച്ചുള്ള വിശദമായ രേഖകൾ വളരെ നിസ്സാരമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അത് കളക്ട് ചെയ്ത് ഒരു റെക്കോർഡ് ഉണ്ടാക്കണം. ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ ഇനിയും വരും, ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ യോഗം വിളിച്ചുകൂട്ടി എല്ലാവർക്കും ഞങ്ങളുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് തുടർന്ന് മലപ്പുറം, അതിനുശേഷം പുനലൂർ. മലപ്പുറം ജില്ലയിൽ 20 സുവിശേഷകന്മാരും 14 സഭകളുമാണ് ഉള്ളത്. എന്നാൽ ഞങ്ങൾക്ക് എല്ലാ സഭകൾക്കും ഈ കത്ത് ലഭിച്ചിട്ടില്ല. എൻ്റെ സഭയിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നതായ സ്ഥലസഭയ്ക്കും ഈ കത്ത് ലഭിച്ചിട്ടില്ല. ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പൊതുവായിട്ടുള്ളതായിരിക്കുന്ന ഒരു തീരുമാനം ഞങ്ങൾക്ക് പറയുവാനില്ല. എന്നാൽ വന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ 6 ചോദ്യങ്ങൾക്കും ശരിയായ യെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും വളരെ പ്രാർത്ഥനാപൂർവം ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ഇത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും വളരെ പ്രാർത്ഥനാപൂർവം ചെയ്യുവാൻ ദൈവം സഹായിക്കും. പുനലൂർ, അതിനുശേഷം ഒടുവിലായി ആലപ്പുഴ, മാവേലിക്കര. വലിയ നാമം മലബാറാകട്ടെ. ഞാൻ പുനലൂർ ഏരിയയെ പ്രതിനിധീകരിക്കുന്ന 13 സഭകളിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടി. എൻ്റെ സ്വന്തം സ്ഥലം കുളത്തൂപ്പുഴയാണ്. പുനലൂർ ഏരിയയിലുള്ള ഞങ്ങൾ കൂടി സഭകൾ മണ്ണൂര്, കുളത്തൂപ്പുഴ, ചെല്ലിമുക്ക്, എണ്ണപ്പെട്ട, അഞ്ചൽ, ചെമ്പന്നൂര്, ഇളമ്പല, കുന്നിക്കോട്, പത്തനാപുരം, മാക്കുളം, കുറ്റിക്കോളം, മീൻകുളം, പാതിരിക്കൽ. ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന അഭിപ്രായങ്ങൾ 6 എണ്ണമുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തു. ഇതിനെ തലപുകഞ്ഞ് എല്ലാം ക്രോഡീകരിച്ച് എടുത്ത പിതാക്കന്മാർക്കും ഇതിന്റെ ബുദ്ധിജീവികൾക്കും ഞങ്ങൾ വളരെയധികം അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും യാസം എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും കാണും, പക്ഷേ എല്ലാവരും യാസത്താണ്. പിന്നെ സമയം പോയതുകൊണ്ട് ഒരു കാര്യം 2 നിർദ്ദേശങ്ങൾ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ സ്ഥലസഭകൾ പലതും പേരില്ല. അടുത്തൊരു കള്ളിഷാപ്പ് കൊണ്ട് വെക്കുമ്പം നമ്മുടെ ശരി കുളത്തപ്പുഴ ചർച്ചയിൽ വെക്കുമ്പോൾ അവർക്കറിയാം ഇവിടെ ചർച്ച അടുത്ത് വെക്കാൻ പാടില്ല. പിന്നെ സ്ഥലവും നമ്മുടെ ഹോളും പരിസരങ്ങളും വൃത്തിയല്ല. ഈ 2 കൂട്ടം കാര്യങ്ങളെ വന്നവർക്ക് ഒന്ന് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത്, ഓരോ ഏരിയയിലുള്ള 10, 15, 20 എത്ര സഭകളുണ്ടോ അത്യാവശ്യ സമയങ്ങളിൽ ഒന്ന് കൂടുക, ചർച്ച ചെയ്യുക. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, പല സഭകളിലും പല പ്രശ്നങ്ങളുണ്ടല്ലോ, ഒന്ന് ചർച്ച ചെയ്യുക, പ്രാർത്ഥിക്കുക. അതുമാത്രം നമ്മുടെ പല കാര്യങ്ങളും നമ്മളെ വേണ്ടപ്പെട്ട സഹോദരന്മാരെ അറിയിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ഈ 2 കൂട്ടം നിർദ്ദേശങ്ങളാണ് വന്നത്. ഇതിനുവേണ്ടി ത്യാഗം സഹിച്ച് കാസർഗോഡ് മുതൽ പാറശാല വരെ ഇത്രയും പ്രതിനിധികളെ സംഘടിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും എത്താവുന്നതിനുള്ള സ്നേഹം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിൽ അവസാനം. ആലപ്പുഴ മാവേലിക്കര ഏരിയയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു KC ജോൺസൺ, മാവേലിക്കര.